ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജന്റീന ഇക്വഡോറിനെതിരെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചുകൊണ്ട് മറ്റൊരു കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പക്ഷേ ഇക്വഡോറിനെതിരെ ജസ്റ്റ് കൈച്ചലായി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ടുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ദിബു എന്ന് വിളിപ്പേരുള്ള എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ രക്ഷകനായിരിക്കുകയാണ്, അർജന്റീനയെ കൈച്ചലാക്കിയിരിക്കുകയാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വ്യക്തതയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. മറ്റൊരു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കൂടി എമിലിയാനോ മാർട്ടിനസ് ക്ലച്ചാകുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അർജന്റീനയുടെ ഹീറോ ആകുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ലിയണൽ മെസ്സിയുടെ രക്ഷകനാകുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. വാട്ട് എ കീപ്പർ മാൻ, വാട്ട് എ പ്ലെയർ. അതായത് പെനാൽറ്റി ഷൂട്ടൗട്ടിലെ കഥ എന്തായിരുന്നു? ആദ്യത്തെ കിക്ക് എടുക്കാൻ വരുന്നത് ലിയണൽ മെസ്സി ആയിരുന്നു. ലിയണൽ മെസ്സി ആണെങ്കിൽ ഒരു ഒഡേഷ്യസ് ആയിട്ടുള്ള ആ ഒരു പനൻക അറ്റംപ്റ്റ് നടത്തുന്നു, പക്ഷേ അത് ബാളിപ്പോകുന്നു, ബാറിൽ തട്ടി പുറത്തു പോകുന്നു. അങ്ങനെ ഇക്വഡോറിനെ സംബന്ധിച്ചിടത്തോളം പെനാൽറ്റി ഷൂട്ടൗട്ടിലും മത്സരത്തിലും അഡ്വാൻറ്റേജ് എടുക്കാനുള്ള സുവർണ്ണ അവസരം വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കിക്ക് എടുക്കാൻ വരുന്നത് ഏഞ്ചൽ മീന എന്ന് പറയുന്ന അവരുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 36-കാരനായിട്ടുള്ള ക്യാമ്പയിനറാണ്. പക്ഷേ എമി മാർട്ടിനസ് സമ്മതിക്കുമോ അത്തരത്തിലൊരു അഡ്വാൻറ്റേജ് ഇക്വഡോറിനെ കൊണ്ട് എടുപ്പിക്കാനും? ഇല്ല, സമ്മതിക്കൂല. അത് തന്നെയാണ് അവിടെ നമ്മൾ കണ്ടത്. എമിലിയാനോ മാർട്ടിനസ് അവിടെ പറന്ന് സേവ് നടത്തുന്നു. വാട്ട് എ കീപ്പർ മാൻ. പിന്നെ ഹൂലിയൻ അൽവാരസ് അർജന്റീനയുടെ കിക്ക് എടുക്കുന്നു, ടോപ്പ് കോർണറിലേക്ക് അടിക്കുന്നു. ഇനി അർജന്റീനയെ സംബന്ധിച്ചോളം പൂർണ്ണമായിട്ടും അഡ്വാൻറ്റേജ് എടുക്കണമെങ്കിൽ എമിലിയാനോ മാർട്ടിനസ് രണ്ടാമത്തെ കിക്കും സേവ് ചെയ്യണം. അങ്ങനെ ഇത്തവണ 21-കാരനാണ് കിക്ക് എടുക്കാൻ വരുന്നത്, മിൻഡ എന്ന് പറയുന്ന ചങ്ങായി. ഈ മിൻഡയുടെ ഷോട്ട് ഉണ്ടല്ലോ, അത് നല്ല പെനാൽറ്റി ആയിരുന്നു. പക്ഷേ അതിൽ എമിലിയാനോ മാർട്ടിനസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സേവ്, അതായത് അർജന്റീനയ്ക്ക് അഡ്വാൻറ്റേജ് എടുക്കാനുള്ളൊരു അവസരം കളഞ്ഞു കുളിക്കുമോ നമ്മുടെ ചങ്ങായി? ഇല്ല. എമിലിയാനോ മാർട്ടിനസ് അവിടെ പറന്ന് സേവ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു കൈ പൊന്തിയ രീതിയും അത് സേവ് ചെയ്ത രീതിയും അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരു രക്ഷയില്ലാത്തൊരു സേവ്, മറ്റൊരു കിഡിലൻ സേവ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് എമിലിയാനോ മാർട്ടിനസ്. വാട്ട് എ കീപ്പർ മാൻ, വാട്ട് എ കീപ്പർ. അങ്ങനെ അർജന്റീനയ്ക്ക് അഡ്വാൻറ്റേജ് നേടിക്കൊടുക്കുന്നു. പിന്നീട് അർജന്റീന അവരുടെ കിക്കുകളെല്ലാം ഗോളാക്കി മാറ്റുന്നു. ഈവൻ ഇക്വഡോറും ഗോളാക്കി മാറ്റി. പക്ഷേ ഒട്ടമെൻറ്റിയുടെ അവസാനത്തെ കിക്ക് ഗോളാക്കിയത് കൂടിയിട്ട് അർജന്റീന വിജയിച്ച് കയറുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. ഇതിൽ മറ്റൊരു കിക്ക് കൂടി ഓൾമോസ്റ്റ് ദിബു സേവ് ചെയ്യേണ്ടതായിരുന്നു. അത്തരത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇന്നിപ്പോൾ ഈ മോഡേൺ ഫുട്ബോളിൽ എമിലിയാനോ മാർട്ടിനസിനെ മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ള മറ്റൊരു കീപ്പർ ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നൊരു സംഭവമാണ്. നമുക്കറിയാം പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഡിയോഗോ കോസ്റ്റ മികച്ച രീതിയിലുള്ള പ്രകടനം സ്ലൊവേനിയക്കെതിരെ കാഴ്ചവെച്ചു. പക്ഷേ എമിലിയാനോ മാർട്ടിനസ് ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഇത് അർജന്റീന കുപ്പായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് 4ാമത്തെ പെനാൽറ്റി ഷൂട്ടൗട്ട് വിജയമാണ് ഈ ചെന്നൈയുടെ കീഴിൽ അർജന്റീന നേടിയെടുത്തിരിക്കുന്നത്. അതായത് 4-ൽ 4 100% പെനാൽറ്റി ഷൂട്ടൗട്ട് വിൻ റെക്കോർഡ്. അതൊരു ഇൻസെയിൻ സംഭവമാണ്. മാത്രമല്ല 24 പെനാൽറ്റികളാണ് ചെങ്ങായി നേരിട്ടുള്ളത്. 24 പെനാൽറ്റികൾ. അതിൽ 9 ചെങ്ങായി സേവ് ചെയ്തു, 3 ഒപ്പോണൻസ് മിസ് ചെയ്യുന്നു. അങ്ങനെ 50% പെനാൽറ്റി വിൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻക്രെഡിബിൾ സംഭവമാണ്. അതായത് 2-ൽ 1 എമിക്കെതിരെയുള്ള 2-ൽ 1 പെനാൽറ്റി അദ്ദേഹം സേവ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തടിക്കും എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് ചെറിയൊരു സംഭവമല്ല. അത്തരത്തിലുള്ളൊരു മാനേജിങ് ഫിഗറാണ് ഈ ചെങ്ങായി. ഒരു വല്ലാത്ത രീതിയിൽ ഈ ഒപ്പോണൻസിൻ്റെ തലക്കുള്ളിലേക്ക് കയറാൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹം ഇന്നും ആ ഒരു ഡാൻസ് മൂവും കാര്യങ്ങളൊക്കെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഈ ചങ്ങായി പെനാൽറ്റി ഷൂട്ടൗട്ടുകൾ നേരിടുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈ പ്രഷർ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സുകൾക്ക് വേണ്ടിയിട്ടാണ് ചങ്ങായി ജീവിക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. മത്സരത്തിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ, അതായത് ഇന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ സേവ് നടത്തും എന്നുള്ളത്. അത്തരത്തിലുള്ള കോൺഫിഡൻസ് ആണ് ചങ്ങായിക്കുള്ളത്. മാത്രമല്ല തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഒരു ട്രൂപ്പാണ്. അപ്പോൾ ഇപ്പോൾ തിരിച്ചു പോകാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ അദ്ദേഹം തന്നെ ഡെലിവറി ചെയ്യുന്ന നമ്മൾ കണ്ടു. വാട്ട് എ കീപ്പർ. അതായത് നിങ്ങളുടെ ഗോട്ട് മിസ്സാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ഗോട്ട് കീപ്പർ, നിലവിലത്തെ ഗോട്ട് കീപ്പർ രക്ഷകനായിട്ട് വരുന്നു. വാട്ട് എ സ്റ്റോറി അല്ലേ, വാട്ട് എ സ്റ്റോറി. എമിലിയാനോ മാർട്ടിനസിനെ എതിരെ ഗോളടിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിലും ഇക്വഡോറിന് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലച്ച് മൊമെൻറ്റിൽ ചെങ്ങായി ഡെലിവറി ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് ഹാഫിൽ സേവുകൾ ചെങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഇക്വഡോറിന് നോർമൽ ടൈമിലും പെനാൽറ്റി ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വലൻസിയയുടെ കിക്ക് അവിടെ എമി മാർട്ടിനസ് ഇപ്പുറത്തേക്കാണ് ചാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വലൻസിയക്ക് അത് പിന്നെ ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല, പോസ്റ്റിലേക്കാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഭീതി ഈ പ്ലേയേഴ്സിൻ്റെ ഉള്ളിൽ കൊണ്ടെത്തിക്കാൻ എമിലിയാനോ മാർട്ടിനസിന് സാധിച്ചിട്ടുണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ സംഭവമാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും ചെങ്ങായി അർജന്റീനയെ കൈച്ചലാക്കിയിരിക്കുകയാണ്. അതാണ് ഹോട്ട് ടോപ്പിക്. ഇനി മത്സരത്തിൻ്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ
എൻ്റെ പൊന്നോ, അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അർജൻറ്റീനയുടെ ആരാധകർക്ക് സാംപോളിയുടെയൊക്കെ സമയത്തുള്ള ഒരു അർജൻറ്റീനയെ ഓർമ്മ വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നൊസ്റ്റാൾജിയ അടിച്ചിട്ടുണ്ടാവും. കാരണം അത്തരത്തിലുള്ള പ്രകടനമാണ് അർജൻറ്റീന ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇക്വഡോറിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവർ തന്നെയായിരുന്നു ഓവറോൾ ബെറ്റർ സൈഡ് എന്നുള്ളത് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ്. അറ്റ്ലീസ്റ്റ് മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എങ്കിലും എത്തിയില്ലായിരുന്നെങ്കിൽ അത് ടോട്ടലി ഡിസേർവിങ് അല്ലാത്ത തരത്തിലുള്ള ഒരു സംഭവമായിട്ട് മാറിപ്പോയത്. കാരണം അത്തരത്തിലാണ് ഇക്വഡോർ ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ശരിക്കും ശ്രമിച്ചിട്ടുണ്ട്. അവർ അർജൻറ്റീനയെ വീർപ്പ് മുട്ടിക്കുന്ന നമ്മൾ കണ്ട് അവരുടെ പ്രസ്സിങ്ങും അവരുടെ മിഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ അർജൻറ്റീനയെ സംബന്ധിച്ചോളം കാര്യമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലൊരു മത്സരമായിരുന്നു. വളരെ അണ്ടർവെൽമിങ് പെർഫോമൻസ് ആയിരുന്നു അർജൻറ്റീനയുടെ ഭാഗത്ത് നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇക്വഡോർ സംബന്ധിച്ചോളം എന്താണ്, അവർക്ക് കിട്ടിയ ചാൻസുകൾ മുതലാക്കാൻ സാധിച്ചില്ല. അതായത് അർജൻറ്റീനയ്ക്കെതിരെ നിങ്ങൾക്ക് കിട്ടിയ ചാൻസുകൾ മുതലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല രീതിയിൽ കളിച്ചാൽ പോലും എന്താണ്, മത്സരത്തെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ പോലും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു പ്രതിബന്ധമാണുള്ളത്. എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയുന്ന വല്ലാത്ത രീതിയിലുള്ള ഒരു മതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അർജൻറ്റീനയ്ക്കെതിരെ ചാൻസുകൾ കിട്ടിയാൽ നോർമൽ ടൈമിൽ തന്നെ വിജയിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള സംഭവം. അല്ലെങ്കിൽ ഈ ചെങ്ങായനെ കൊല്ലേണ്ടി വരും ജയിക്കണമെങ്കിൽ. അത് എളുപ്പമുള്ളൊരു സംഭവമല്ല. പുള്ളിക്കാരൻ ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സിനായിട്ട് ജീവിക്കുന്ന തരത്തിലുള്ള ചെങ്ങായാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് അർജൻറ്റീനയ്ക്കെതിരെ ചാൻസിൽ ഉണ്ടാക്കിയ അത് കൺവേർട്ട് ചെയ്യുക, 90 മിനിറ്റിൽ തന്നെ പരിപാടി തീർക്കുക. കോപ്പ അമേരിക്കയിൽ ഫൈനലിൽ മാത്രമേ എക്സ്ട്രാ ടൈം ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. 90 മിനിറ്റ് കഴിഞ്ഞാൽ നേരെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കാണ് പോവുക. അപ്പോൾ അങ്ങനെ ഈ ഡൊമിംഗസ് എന്ന് പറയുന്ന കൊളംബിയയുടെ കീപ്പർക്കും നല്ല റെക്കോർഡും കാര്യങ്ങളൊക്കെ ഈ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഉണ്ട് ക്ലബ് ലെവലിലൊക്കെ. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് ഒരു സേവ് പോലും നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കാലിസ്റ്റർ നല്ല കിക്ക് എടുക്കുന്ന നമ്മൾ കണ്ടു, മോണ്ടിയൽ നല്ല കിക്ക് എടുക്കുന്ന നമ്മൾ കണ്ടു, പിന്നെ ഓട്ടോമെൻറ്റിയാണ് ആ ഒരു ഫൈനൽ കിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് പെനാൽറ്റി ഷൂട്ടിൽ. അങ്ങനെയാണ് അർജൻറ്റീന വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലിയണൽ സ്കലനി തരേണ്ടതായിട്ടുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ലിയണൽ മെസ്സിയെ സബ് ഓഫ് ചെയ്തില്ല? ലിയണൽ മെസ്സിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദി വേഴ്സ്റ്റ് പെർഫോമൻസസ് ആണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. നമുക്കറിയാം അദ്ദേഹം ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളൊരു മത്സരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇനി അഥവാ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ തന്നെ 90 മിനിറ്റ് കളിക്കാൻ പാകത്തിലല്ല അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബ്രേവായിട്ടുള്ള ഒരു ഡിസിഷൻ സ്കലനി എടുക്കണമായിരുന്നു. ചങ്ങായി എടുത്തില്ല. കാരണം മെസ്സിയുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ 33 ടച്ചസ് മാത്രമേ മെസ്സി മത്സരത്തിൽ എടുത്തിട്ടുള്ളൂ. 2011 ശേഷം ഇത് ആദ്യമായിട്ടാണ് ഒരു 90 മിനിറ്റ് മെസ്സി ഒരു കോമ്പറ്റീറ്റീവ് മത്സരത്തിൽ കളിച്ചുള്ള സാഹചര്യത്തിൽ ഇത്രയും കുറവ് ടച്ചസ് എടുക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്, അദ്ദേഹത്തിന് കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ആ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല രീതിയിലുള്ള പ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇക്വഡോറിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പ്രശ്നമായിരുന്നു. മെസ്സിയെ സബ് ഓഫ് ചെയ്യണമായിരുന്നു സ്കലനി. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നില്ല, സെക്കൻഡ് ഹാഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു. പൂർണ്ണമായിട്ടും ചങ്ങായി ഫിറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സംഭവമാണ്. കാരണം ഇഞ്ചുറി ആയിരുന്നല്ലോ ചങ്ങായിക്ക്. മെസ്സി കളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഗ്രൗണ്ടിൽ ഇറക്കിയിട്ടുണ്ടാവുക. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ സ്റ്റിൽ സ്കലനി എന്ന് പറയുന്ന മാനേജർ കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കണമായിരുന്നു. അദ്ദേഹത്തെ വലിക്കണമായിരുന്നു. അത് ചെയ്തില്ല. പിന്നെ അദ്ദേഹം നടത്തിയ സബ്ബുകൾ അതിലും വളരെ ലേറ്റായിട്ടാണ് ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം പ്രത്യേകിച്ച് എൻസോ ഫെർണാണ്ടസിനൊന്നും കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റും മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നേരത്തെ തന്നെ ചങ്ങായിനെ പിൻവലിക്കണമായിരുന്നു. അത് ചെയ്തില്ല. വളരെ ലേറ്റായിട്ടാണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് പലാസിയോസൊക്കെ പെറുവിനെതിരെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു. അല്ലെങ്കിൽ പരഡസ് പെനാൽറ്റി മിസ് ചെയ്തിരുന്നെങ്കിലും ആ മിഡ്ഫീൽഡിൽ നല്ല കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ ഒരു കൺട്രോൾ ഈ അർജൻറ്റീനയ്ക്ക് ഉണ്ടായിരുന്നില്ല. കുറേ പൊസിഷനും കാര്യമൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും കൺട്രോൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, ഈ ഇക്വഡോർ താരങ്ങൾ നല്ല ഷേപ്പിൽ നിൽക്കുന്നു. അവരാണെങ്കിൽ പിന്നെ ഈ അർജൻറ്റീനിയൻ താരങ്ങളെ അവരിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ എന്താണ് ഡിസിഷൻസ് പിന്നെ റഷ് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇക്വഡോറിൻ്റെ ഭാഗത്ത് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് ഇക്വഡോറിൻ്റെ ഈ കോപ്പ അമേരിക്ക ക്യാമ്പയിനിൽ ഏറ്റവും മികച്ച പ്രകടനം വന്നത് അർജൻറ്റീനയ്ക്കെതിരെയായിരുന്നു. അവർ ഗ്രൂപ്പ് സ്റ്റേജിലൊന്നും അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. ഒരു ഗോൾ ഡിഫറൻസിൻ്റെ പുറത്താണ് അവർക്ക് പിന്നെ ഈ ക്വാർട്ടർ ഫൈനലുകളുടെ പ്രവേശനം പോലും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് അറ്റാക്കിംഗ് തേർഡിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്ന ഇക്വഡോർ ആണെങ്കിൽ അർജൻറ്റീനയ്ക്കെതിരെ മത്സരത്തിൻ്റെ 10-15 മിനിറ്റിൽ തന്നെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫെലിക്സ് സാഞ്ചസിൻ്റെ കീഴിൽ ഒരു 4-1 ഷേപ്പിലേക്കായിരുന്നു അവർ പിന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ഡബിൾ പിവോട്ടാകും. ഈ ഫ്രാങ്കോയും ഗ്രൂസും ആണ് ഡബിൾ പോട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്ന ചില സാഹചര്യങ്ങളിൽ. അതുപോലെ തന്നെ കൈസേഡോ മുമ്പോട്ട് ബോക്സ് ടു ബോക്സ് ആയിട്ട് കളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സാർമിയൻറ്റോ ലെഫ്റ്റിൽ കെൻട്രി പായസ് ഉണ്ടായിരുന്നു. പിന്നെ റൈറ്റിൽ കൂടുതലും വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രസിയാഡോ എന്ന് പറയുന്ന ഫുൾ ബാക്ക് ആയിരുന്നു. പിന്നെ എനർ വലൻസിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിനറാണ് സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു എനർജി
ആ ഒരു എനർജിക്കും അവരുടെ ഫിസിക്കാലിറ്റിക്കും മുമ്പിൽ അർജൻറ്റീന സ്ട്രഗിൾ ചെയ്യുന്നതാണ് തുടക്കം മുതൽ നമ്മൾ കാണാൻ സാധിച്ചായിരുന്നു. പിന്നെ മാത്രമല്ല പിന്നെ നമ്മൾ ഇക്വഡോറിൻ്റെ അറ്റാക്കിംഗ് മാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതലും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അർജൻറ്റീനയുടെ റൈറ്റ് സൈഡായിരുന്നു. അതായത് സാർമിയൻറ്റോയുടെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് അവർ കൂടുതലും അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് കാസിയോയുടെയും സാർമിയൻറ്റോ ഒക്കെ ആ ഒരു ഏരിയയിലൂടെ കമ്പൈൻ ചെയ്ത് കളിക്കുകയും നഹുൽ മൊലീനയെ കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടത്. അദ്ദേഹം ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ലിയോണൽ മെസ്സിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഏരിയയിൽ സ്വാഭാവികമായിട്ടും ട്രാക്ക് ബാക്കിങ് കാര്യങ്ങളൊന്നും കിട്ടില്ല, നമുക്ക് അറിയുന്നതാണ്. മെക്കാലിസ്റ്റർ ട്രാക്ക് ബാക്ക് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ടായിരുന്നു. മെക്കാലിസ്റ്ററാണ് ആ ഒരു ഡീപ്പ് ഏരിയയിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. എൻസോ ഫെർണാണ്ടസ് കുറേ കൂടി മുമ്പോട്ട് കയറി കളിക്കുന്ന ഒരു സാഹചര്യം ഡിപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ആ ഒരു രീതിയിൽ 8 റോൾ കളിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഡീപ്പായിട്ട് മെക്കാലിസ്റ്റർ കളിക്കുന്നു. അങ്ങനെ പിന്നെ ഗോൺസാലസ് ആണ് ലെഫ്റ്റിലുണ്ടായിരുന്നത്. ലൗതാറോ മാർട്ടിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ലിയോണൽ മെസ്സി ആ ഒരു റൈറ്റിലാണല്ലോ കൂടുതലും ഡ്രിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്ന് യൂഷ്വലി റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അദ്ദേഹം മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ കാര്യമായിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മെസ്സിയുടെ വളരെ മോശം പെർഫോമൻസുകളിൽ ഒന്നായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഒന്ന് പ്രധാനമായിട്ടും ഇഞ്ചുറി ഒരു പ്രശ്നമാണ്, മറ്റൊന്ന് ഇക്വഡോർ കളിപ്പിച്ചിട്ടില്ല എന്നും പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇക്വഡോർ തന്നെയാണ് ഇവിടെ കാര്യമായിട്ട് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള. പിന്നെ ഗോൺസാലസ് ടാഗ്ലഫിയൊക്കെ ആ ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ്, കൂടുതൽ ഡിഫെൻസീവ് ആകുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ മൊലീനയുടെ ഏരിയയിലൂടെയായിരുന്നു പിന്നെ അറ്റാക്കുകൾ കൂടുതലും ഇക്വഡോർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അർജന്റീന സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ പൊസിഷനും കാര്യങ്ങളും 62% പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്താണ് കാര്യമായിട്ട് ഓപ്പർച്യൂണിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തുടക്കം മുതലേ ഇക്വഡോർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കാണുന്നു. അങ്ങനെ 6ാമത്തെ മിനിറ്റിൽ തന്നെ അവർ ആദ്യത്തെ ചാൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6ാമത്തെ മിനിറ്റിൽ തന്നെ അത് ഒരു നോർമൽ ത്രോ ഇന്നാണ്. അഗെയിൻ ആ ഒരു മൊലീനയുടെ ഏരിയയിൽ തന്നെയാണ് സംഭവം നടക്കുന്നത്. നോർമൽ ത്രോ ഇൻ കാഷ്യറോ എടുത്ത് ആദ്യം പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്നുണ്ട് അർജന്റീന. പക്ഷേ കെൻട്രി പയസ് ലിഫ്റ്റ് ചെയ്തിട്ട് അത് വലൻസിയ കൊടുക്കുന്നു. വലൻസിയയുടെ ഹെഡർ അപ്പോഴേക്കും ഈ കാഷ്യറോ ഈ ഡിഫൻസിൻ്റെ പുറകിലൂടെ റണ്ണ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ കാഷ്യറോ അതുമായിട്ട് ബോക്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അപ്പോഴേക്കും 3-4 അർജന്റീനൻ താരങ്ങൾ അദ്ദേഹത്തെ പൊതിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബോക്സിലേക്ക് എത്തിയതിനു ശേഷം കാഷ്യറോയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് വളരെ വീക്കായി പോയി. ഈ നേരെ എമി മാർട്ടിനസിൻ്റെ കയ്യിലേക്ക് പോയി വീഴുന്നൊരു സാഹചര്യം കണ്ടു. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നീട് വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഇക്വഡോറാണ് ബെറ്റർ സ്റ്റാർട്ട് നടത്തുന്നുണ്ടായിരുന്നത്. പൊസഷൻ അർജന്റീന ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പൊസിഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പൊസിഷൻ വിൻബാക്ക് ചെയ്യുന്ന ഇക്വഡോർ ആണെങ്കിൽ പെട്ടെന്ന് നല്ല മൂവുകൾ നടത്തുന്നതും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഈ ടൂർണമെൻറ്റിൽ അത്തരത്തിൽ കാര്യമായിട്ട് അവർക്ക് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ഒന്നും ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നല്ല രീതിയിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 14ാമത്തെ മിനിറ്റിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി അവർ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഒരു ലോങ് ബോൾ കീപ്പറിൻ്റെ അടുത്ത് വരുന്നു. അഗെയിൻ ആ മൊലീനയുടെ ഏരിയയിലേക്ക് തന്നെയാണ്. അപ്പോൾ മൊലീന ഹെഡ് ചെയ്യുന്നു. പക്ഷേ അവിടെ സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നത് ഇക്വഡോറാണ്. അപ്പോൾ ഇത്തരത്തിൽ സെക്കൻഡ് ബോളും കാര്യങ്ങളൊക്കെ കൂടുതലും ഈ മത്സരത്തിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇക്വഡോറാണ്. അങ്ങനെ കാഷ്യഡോ ആണ് സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നത്. കാഷ്യഡോ, സാർമിയൻറ്റോ പിന്നെ ആ ഒരു ലെഫ്റ്റിലൂടെ നല്ല രീതിയിലുള്ള ഒരു കോമ്പിനേഷനിലൂടെ അവർ മുമ്പോട്ട് പോവുകയാണ്. സാർമിയൻറ്റോ കാഷ്യഡോയെ റിലീസ് ചെയ്യാണ്. അങ്ങനെ കാഷ്യഡോ ഒരു പിന്നെ ടച്ച് ലൈൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോയിട്ട് അദ്ദേഹം അപ്പോഴേക്കും ഈ സാർമിയൻറ്റോ ബോക്സിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാസ് സാർമിയൻറ്റോ കൊടുക്കുന്നു. എന്നിട്ട് സാർമിയൻറ്റോയുടെ നല്ല രീതിയിലുള്ള ക്വിക്ക് ഫീറ്റും കാര്യങ്ങളും നമ്മളവിടെ കാണുകയാണ്. അവിടെ മൊലീനയെ വളരെ ഈസിലി അദ്ദേഹം ബീറ്റ് ചെയ്യുന്നു ഒരു ട്രിക്കിൽ. അങ്ങനെ പക്ഷേ അവിടെ എമിലിയാനോ മാർട്ടിനസ് രക്ഷകനാകാണ്. സാർമിയൻറ്റോയുടെ അറ്റംപ്റ്റ് എമിലിയാനോ മാർട്ടിനസ് കവർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അങ്ങനെ അവിടെ അർജന്റീന രക്ഷപ്പെടുന്നു. പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി, വലൻസിയ ഈ അർജന്റീനയുടെ ഡിഫൻസിന് പുറകിലൂടെ റണ്ണ് ചെയ്യുന്നു. അത് ആ ഒരു ഡീപ്പ് ഏരിയയിൽ നിന്ന് അവർ പിക്ക് ചെയ്യുന്നു ലോങ് ബോളിലൂടെ. അങ്ങനെ വലൻസിയ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ പിന്നെ ബോക്സിന് റൈറ്റ് സൈഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോഴേക്കും പ്രസിയാഡോ, ഞാൻ പറഞ്ഞല്ലോ ചെന്നൈ നല്ല രീതിയിലുള്ള ഫോർവേഡ് റണ്ണുകൾ നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു 6 യാർഡിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലൻസിയ അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്താണ് അത് പിന്നെ കൃത്യമായിട്ടും ഗോൾ ബൗണ്ടിലേക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇക്വഡോറാണ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനിടയിൽ അർജന്റീനയുടെ ഒരു മീനിങ് ഫുൾ ഓപ്പർച്യൂണിറ്റി ആദ്യം അവർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, മൊലീന മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ മൊലീന ഒരു ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് കൊടുക്കുന്നു. ബോക്സിലേക്ക് അപ്പോഴേക്കും ക്രാഷ് ചെയ്തിട്ട് എൻസോ വരുന്നു. പക്ഷേ എന്താണ് ബോക്സിലേക്ക് കയറിയിട്ടുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹത്തിലേക്ക് ആ ബോൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഹെഡർ ഡൊമിംഗസ് എന്ന് പറയുന്ന കീപ്പർ നോക്കി നിൽക്കെ അത് പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. അതാണ് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് നമുക്ക് അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെ റൊമേറോയുടെ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് നമ്മൾ കാണാണ് ഡിഫൻസിൽ നിന്ന്. ഈ ഒരു സാഹചര്യത്തിൽ ലൗതാറോ മാർട്ടിനസ് അർജന്റീനയുടെ ഏരിയയിലേക്ക് വന്നിട്ട് അവിടെ നല്ല രീതിയിലുള്ള ഹോൾഡ് പ്ലേ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് ഡിഫൻഡർ കയറി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. പക്ഷേ നല്ല രീതിയിൽ ഹോൾഡ് പ്ലേ നടത്തുന്നു. കാരണം അത്തരത്തിൽ മാൻ ടു മാൻ പ്രസ്സാണ് ഇക്വഡോർ ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടെ ലൗതാറോ മെസ്സിക്ക് പാസ് കൊടുക്കുന്നു. മെസ്സി ഉടനെ തന്നെ എൻസോ ഫെർണാണ്ടസ് അപ്പോഴേക്കും നല്ലൊരു റണ്ണ് നടത്തുന്നുണ്ട്. എൻസോയെ പിക്ക് ചെയ്യുന്നു. എൻസോ അതുമായിട്ട് പോവാണ് മുമ്പോട്ടേക്ക്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റു താരങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ, ഇടവും വലവും.
അദ്ദേഹം പ്രസിയാഡോനെ നിലത്ത് കെടുത്തുന്നു. മനോഹരമായിട്ട് ബോൾ അദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ. പക്ഷെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഷോട്ട് അവിടെ ബ്ലോക്കായിട്ട് അത് കോർണറിലേക്ക് പോകുന്ന കാര്യങ്ങളുണ്ട്. അവിടെ വേറെ ബെറ്റർ ഡിസിഷൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് എടുക്കാമായിരുന്നു. എന്തായാലും അങ്ങനെ ആ ഒരു കോർണറിൽ നിന്നാണ് അർജൻറ്റീന 35-ാമത്തെ മിനിറ്റിൽ ലീഡ് എടുക്കുന്നത്. ലിയണൽ മെസ്സിയാണ് കോർണർ എടുക്കുന്നത്. അഗൈൻ ലിയണൽ മെസ്സി സെറ്റ് പീസിൽ നിന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ നിയർ പോസ്റ്റിൻ്റെ അടുത്തുനിന്ന് മെക്കാലിസ്റ്റർ ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് ഫാർ പോസ്റ്റിൻ്റെ അവിടെ ലിസാൻഡ്രോ മാർട്ടിനസ് ബുച്ചർ അത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു. അത് ഡൊമിംഗസ് തട്ടി മാറ്റുന്നുണ്ട്, പക്ഷെ അത് ഓൾറെഡി അകത്തോട്ട് കടന്നിട്ടുണ്ട്. അങ്ങനെ ഗോൾ അടിക്കുന്നു. അഗൈൻസ്റ്റ് ദി റൺ ഓഫ് പ്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് അർജൻറ്റീന ലീഡ് എടുക്കുന്നത്. സെറ്റ് പീസിൽ നിന്ന് അർജൻറ്റീന ലീഡ് എടുക്കുന്നു. അങ്ങനെ പിന്നെ ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നീക്കോ ഗോൺസാലസ് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട്, പാച്ചോ എന്ന് പറയുന്ന ഡിഫൻഡറിനെ പ്രസ് ചെയ്തിട്ട് ഒരു അവസരം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം അദ്ദേഹത്തെ പ്രസ് ചെയ്യുന്നു, അപ്പോൾ പാച്ചോ അത് പിന്നെ ആ പ്രസ്സിനെ മറികടന്നിട്ട് തിരിയുന്നു. പക്ഷേ അവിടെ ഗോൺസാലസ് നിന്നില്ല. വീണ്ടും പാച്ചോ പ്രസ് ചെയ്യുന്നു, എന്നിട്ട് ബോൾ വിൻ ചെയ്യുന്നു, ഡിപ്പോളിന് കൊടുക്കുന്നു. ഡിപ്പോൾ എന്നിട്ട് അത് ബോക്സിലേക്ക് ഉയർത്തി കൊടുക്കാനാണ് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന എൻസോ ഫെർണാണ്ടസിലേക്ക് എത്തുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് വളരെ പുവർ അറ്റംപ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള അറ്റംപ്റ്റ് പുറത്തേക്ക് പോകുന്ന ഒരു സാധനം കണ്ടു. അപ്പോൾ അത് പിന്നെ ലോത്തറോ മാർട്ടിനസ് ഒന്ന് ചാടി നോക്കി, പക്ഷേ അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതൊരു മിസ് ഹിറ്റായിരുന്നു എൻസോയുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ അതായിരുന്നു ഫസ്റ്റ് ഹാഫിലെ സ്ഥിതിഗതികൾ. ഫസ്റ്റ് ഹാഫിൽ നോക്കി കഴിഞ്ഞാൽ 4 അറ്റംപ്റ്റുകളാണ് അർജൻറ്റീന നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം മാത്രം ടാർഗറ്റിൽ കടിക്കുന്നു, ആ ഗോളായിട്ടുള്ള സംഭവം. പിന്നെ 3 അറ്റംപ്റ്റുകളാണ് ഇക്വഡോറിൻ്റെ ഭാഗത്ത് വന്നത്. പക്ഷേ അവർ പിന്നെ ഒരു ബിഗ് ചാൻസ് ഫസ്റ്റ് ഹാഫിൽ മിസ് ചെയ്യുന്ന നമ്മൾ കണ്ടു. ഒരു ബിഗ് ചാൻസും പിന്നെ മറ്റ് ചാൻസുകളും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊസഷൻ കൂടുതലും അർജൻറ്റീനയ്ക്കായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ മാറിയാണ്. സെക്കൻഡ് ഹാഫിൽ കൂടുതൽ പൊസഷൻ ഉണ്ടായിരുന്നത് പിന്നെ ഇക്വഡോറിനായിരുന്നു. അർജൻറ്റീന സഫർ ചെയ്യായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഡിപ്പോളൊക്കെ മത്സരത്തിന് ശേഷം പറഞ്ഞത് ഞങ്ങൾ സഫർ ചെയ്യാൻ റെഡിയായിരുന്നു ഈ മത്സരത്തിൽ, പിന്നെ ഇക്വഡോർ ഫിസിക്കലാകും, ഇക്വഡോർ ഇടങ്ങറാക്കും എന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ അവർ സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലാക്ക് ഓഫ് ഗെയിം മാനേജ്മെൻറ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില മത്സരങ്ങളുടെ ഒരു സ്വഭാവം അർജൻറ്റീനയുടേത് എന്താണ്, അവർ ഈ ഒരു ഗോളിന് വിജയിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്താ പറയുക, കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു പ്രതീതി പല മത്സരങ്ങളും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, ഡിഫൻസിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പിന്നെ ആ ഒരു ഗോളിൻ്റെ ലീഡ് പോലും പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുന്നത്. പക്ഷേ എന്താണ്, ഇത്തരത്തിലുള്ള പിന്നെ ഇപ്പോൾ ഇക്വഡോറിനേക്കാളും ക്വാളിറ്റിയുള്ള ടീമുകൾ ചിലപ്പോൾ കാര്യമായിട്ട് അർജൻറ്റീനയെ ഹേർട്ട് ചെയ്യാനൊരു സാധ്യതയുണ്ട്. കാര്യമായിട്ടും നല്ല അത്ലറ്റിക് ആയിട്ടുള്ള ടീമുകൾക്കെതിരെ, നല്ല എനർജിയുള്ള ടീമുകൾക്കെതിരെ ശരിക്കും അർജൻറ്റീന സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഗെയിം കിൽ ഓഫ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് മാറണം അർജൻറ്റീന എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എന്തായാലും അങ്ങനെ സെക്കൻഡ് ഹാഫിൻ്റെ സ്ഥിതിഗതികളിലേക്ക് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ മൊത്തം അർജൻറ്റീന 4 അറ്റംപ്റ്റുകൾ നടത്തിയുള്ളൂ. ഒരെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ. കാര്യമായിട്ട് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അർജൻറ്റീന ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പിന്നെന്താണ്, ആകെ 32% പൊസിഷനെ അർജൻറ്റീനയ്ക്ക് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. 68% പൊസിഷൻ ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് പിന്നെ ഇക്വഡോറിനായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. അങ്ങനെ മൊത്തം മത്സരം കഴിയുമ്പോൾ 51-49 ആ രീതിയിലായിരുന്നു പൊസിഷൻ സ്റ്റാറ്റ്സ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്റ്റോപ്പ് സ്റ്റാർട്ടുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലും. സെക്കൻഡ് ഹാഫിലും ഫൗളുകളും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. റൊമേറോയുടെ കാസേഡോക്കെതിരെയുള്ള ഒരു ചാലഞ്ച് കുറച്ച് നേരം അത് പിന്നെ ഈവൻ വിആറും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു ഇത്തിരി റെക്ലെസ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ക്ലിയർ ആയിട്ട് ആദ്യം ബോൾ വിൻ ചെയ്യുന്നത് റൊമേറോ ആണ്. പിന്നെ ഈ കാസേഡോ കാല് അങ്ങോട്ടേക്ക് വെക്കുന്ന കാര്യത്തിൽ ഈ ഫോളോ ത്രൂ, ഈ പിന്നെ റൊമേറോയുടെ ഫോളോ ത്രൂ അദ്ദേഹത്തിൻ്റെ ഷിന്നിൽ തട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും വീണെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ശരിക്കും കാസേഡോ നല്ല പെയിനിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് പ്രീമിയർ ലീഗിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റെഡ് കാർഡൊക്കെ കൊടുക്കുന്ന നമ്മൾ കണ്ടുള്ളതാണ്. പക്ഷേ കോപ്പ അമേരിക്കയിൽ അതിനുള്ള സാധ്യതയില്ല. അത് മാത്രമല്ല, അത് ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ റെഡ് കാർഡ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലൊരു സംഭവമല്ല അത്. കാരണം അതൊരു ഫോളോ ത്രൂ ആണ്. മാത്രമല്ല കാസേഡോ കാലതിൻ്റെ ഇടയിലേക്ക് വെക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ചെങ്ങായി ക്ലിയർ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ കാല് എവിടെയെങ്കിലും വെക്കണ്ടേ, ഫോളോ ത്രൂ എവിടെയൊക്കെ വെക്കേണ്ട ഒരു സാഹചര്യം വരില്ലേ. കാരണം അതൊരു നാച്ചുറൽ ആക്ഷനാണ്. ക്ലിയർ ചെയ്യുന്ന സാഹചര്യത്തിൽ കാല് കൊണ്ട് അതിലേക്ക് വെക്കുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹം എവിടെയെങ്കിലും അതിൻ്റെ കാല് ലാൻഡ് ചെയ്യണ്ടേ. അപ്പോൾ അത്തരത്തിലൊരു സംഭവം. പിന്നെ അതൊരു സ്ലോ മോഷനിൽ കാണുമ്പോഴാണ് ഒരു ഭീകരമായിട്ടുള്ള ഇൻസിഡൻ്റ് ആയിട്ട് നമുക്ക് തോന്നുക. പെയിൻഫുൾ ആണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതൊരു റെഡ് കാർഡ് ചാലഞ്ചോ സംഭവമൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതൊരു പിന്നെ ബോൾ ക്ലിയറൻസ് നടത്തുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ ആ ഒരു സീക്വൻസിൽ തന്നെ മെസ്സിയെയും ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എമിലിയാനോ മാർട്ടിനസ് ഒരു ലോങ് കിക്ക് എടുക്കുന്നു. ആ സംഭവം ബോക്സിൽ ലൗതറോ മാർട്ടിനസ്
ഫെലിക്സ് ടോറസ് എന്ന് പറയുന്ന ഡിഫൻഡറിനെ ടേൺ ചെയ്യണം, നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തിട്ട് ടേൺ ചെയ്തിട്ട് ഒരു പെട്ടെന്നൊരു ഷോട്ട് അടിക്കുന്നത്, പക്ഷേ വൈഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ഒരു ഹാഫ് ചാൻസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന സംഭവമാണ്. ലൗതറോ മാർട്ടിനസിന് കാര്യമായിട്ട് മത്സരത്തിൽ ഇൻവോൾവ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, സർവീസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാര്യമായിട്ട് അർജന്റീന ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സംഭവം. പിന്നെന്താണ്, കോർണറിൽ നിന്ന് ഇക്വഡോർ ത്രട്ടൺ ചെയ്യാൻ തുടങ്ങി. കാരണം അവരത്തരത്തിൽ ഇനീഷ്യേറ്റ് ചെയ്യുകയാണ്, അവർ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യണം, അവർ കോർണറുകൾ അവർ സ്വരൂപിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു കോർണർ വരുന്നു, അത് എൻസോയുടെ കയ്യിൽ തട്ടി എന്നുള്ള ഒരു അപ്പീൽ അവരുടെ ഭാഗത്ത് നടത്തുന്നു. പക്ഷേ അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമല്ല, നാച്ചുറൽ പൊസിഷനിലാണ് എൻസോയുടെ കൈ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് റഫറി ഒന്നും കൊടുത്തില്ല. വീണ്ടും അവർക്ക് പിന്നെ കോർണർ ലഭിക്കുകയാണ് 59ാമത്തെ മിനിറ്റിൽ. അപ്പോൾ ഇത്തവണ കോർണർ ബോക്സിലേക്ക് വരുന്നത് അത് ഡിപ്പോളിൻ്റെ കയ്യിൽ തട്ടാണ്. ഡിപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് എൻ്റെ കൈകൾ ബോഡിയിൽ ഒട്ടിയിട്ടാണ് നിൽക്കുന്നത്, പിന്നെ അതെങ്ങനെ പെനാൽറ്റി കൊടുക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഹാൻഡ് ബോൾ കൊടുക്കുമെന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ അത് റെഫറി ഹാൻഡ് ബോൾ കൊടുത്ത സാഹചര്യത്തിൽ VR അതൊരു ക്ലിയർ ആൻഡ് ഒബ്വിയസ് എററാണ് എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നില്ല. അങ്ങനെ ആ ഹാൻഡ് ബോൾ അത് പെനാൽറ്റി ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. പെനാൽറ്റി എടുക്കാൻ വരുന്നത് എന്നർ വാലൻസിയാണ്. ഇക്വഡോറിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റനാണ്, അവരുടെ ടോപ്പ് സ്കോററാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ചരിത്രത്തിൽ തന്നെ. അങ്ങനെ അവിടെയാണ് എമിലിയാനോ മാർട്ടിനസ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് മാത്രം ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ വളരെ പ്രിസൈസായിട്ട് പെനാൽറ്റി എടുക്കണമെന്നുള്ളൊരു ചിന്ത ഈ അറ്റാക്കറിൻ്റെ തലയിൽ വരും. കാരണം എമി മാർട്ടിനസ് സേവ് ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ എമി മാർട്ടിനസിൻ്റെ ചാട്ടം എങ്ങോട്ടേക്കാണ് നോക്കിയിട്ട് അപ്പുറത്തേക്ക് അടിക്കാമെന്നുള്ളതാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. അങ്ങനെ അത് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് കിട്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിറ്റ്, ആ ഒരു ഷോട്ട് അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ക്ലീനായിട്ട് അടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അത് പോസ്റ്റ് തട്ടിട്ട് വരുന്നു. അങ്ങനെ പിന്നെ ഇക്വഡോറിന് താരം അടിക്കുന്നു, അത് എമി സേവ് ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യം. അങ്ങനെ കോർണറാണ് ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഒരു ചെക്ക് നടക്കുന്നു, ആരെങ്കിലും എൻക്രോച്ച് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എമി അദ്ദേഹത്തിൻ്റെ കാല് വരയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള ചെക്കൊക്കെ നടത്തുന്നു. പക്ഷേ അവിടെ ഒരു എൻക്രോച്ച്മെൻ്റ് ആണ് കാണുന്നത് ഇക്വഡോറിൻ്റെ ഭാഗത്ത് നിന്ന്. ഈ പിന്നെ റീബൗണ്ട് അടിച്ച ചങ്ങായിയാണ് എൻക്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ ഫ്രീ കിക്ക് അർജന്റീനയ്ക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അർജന്റീന ആരാധകർ വിചാരിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ ഇതൊരു റീടേക്ക് കൊടുക്കുമോ എന്നുള്ളതായിരിക്കും. എന്തായാലും അവിടെ അങ്ങനെ റീടേക്കും കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ആ മൊമെൻറ്റ് കഴിഞ്ഞു. പിന്നെ ഹൂലിയൻ അൽവാരസിനെ ലൗതറോ മാർട്ടിനസിന് പകരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ലിയണൽ സ്കലനി. അപ്പോഴും ലിയണൽ മെസ്സിയെ പിൻവലിക്കുന്നില്ല. മെസ്സിയെ പിൻവലിക്കണമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം മെസ്സിക്ക് കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കാരണം അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹം കാര്യമായിട്ട് ഫിറ്റല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ കൈസൈഡോ ഒക്കെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ കൈസൈഡോ സെൻസേഷണൽ ആയിരുന്നു എന്നുള്ളതാണ്. ബ്രില്യൻ പെർഫോമൻസ് ആണ് മോയിസസ് കൈസൈഡോയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ഈവൻ ക്രിയേറ്റീവ് സൈഡിലുള്ള ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസ്സിങ്ങിലുള്ള ഇമ്പാക്റ്റ്, അദ്ദേഹത്തിൻ്റെ ബോൾ വിൻ ചെയ്യുന്നതിലെ ഇമ്പാക്റ്റ്, ആ ഒരു മിഡ്ഫീൽഡിൽ അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞാടി കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കിടിലൻ പെർഫോമൻസാണ് മോയിസസ് കൈസൈഡോ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ പിന്നെ അൽവാരസ് വരുന്നു. ഇതിനിടയിൽ ഡിപ്പോളിൻ്റെ ഒരു ക്രോസ് ബോക്സിലേക്ക് വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ബോക്സിൽ മെസ്സി നിൽക്കുന്നുണ്ട്. അപ്പോൾ മെസ്സിയുടെ അടുത്തേക്ക് അത് വന്ന് വീഴുന്നു. അത് മെസ്സിയുടെ റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള ഷോട്ട് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അർജന്റീന സംബന്ധിച്ചിടത്തോളം. അത്തരത്തിലുള്ള ഹാഫ് ചാൻസ് മാത്രമേ അർജന്റീനയ്ക്ക് സെക്കൻഡ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഇക്വഡോർ ആണെങ്കിൽ ക്രോസുകൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ക്രോസ് പിന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നു, അത് റൈറ്റിൽ നിന്ന് വീണ്ടും ബോക്സിലേക്ക് വരുന്നു. അങ്ങനെ അത് ഡീപ്പായിട്ടുള്ള ഡീപ്പ് ഏരിയയിൽ നിന്ന് ആ ഒരു ഫാർ പോസ്റ്റിൻ്റെ അടുത്ത് നിന്നും ഹെഡർ വിൻ ചെയ്യാണ് പിന്നെ ഇക്വഡോർ. അങ്ങനെ അത് ആ ഒരു 6 യാർഡ് ഏരിയയിൽ നിൽക്കുന്ന നമ്മുടെ എനർ വലൻസിയുടെ കാലുകളിലേക്ക് ഒന്ന് വീഴണം. പക്ഷേ അതിന് കാല് പെട്ടെന്ന് ഷോട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു കിക്ക് അടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വലൻസിയെ സംബന്ധിച്ചോളം ഫൊർഗറ്റബിൾ ആയ മത്സരമായിരുന്നു. മറ്റൊരു മത്സരത്തിൽ കൂടി അദ്ദേഹം ഈ ഒരു കോപ്പ അമേരിക്കയിൽ ഫ്ലോപ്പ് ആകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെന്താണ്, ഫെലിക്സ് സാഞ്ചസ് ഇക്വഡോറിൻ്റെ കോച്ച് ചേഞ്ചസ് വരുന്നു. അലൻ മിൻ്റെയും കെവിൻ റോഡ്രിഗസിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെൻട്രി പായസ് 17 വയസ്സ് മാത്രമേ പറയാനുള്ള കാര്യം ഓർക്കേണ്ടത്. അതിൻ്റെ കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഈ മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. പുള്ളിക്കാരനെ പിൻവലിക്കുന്നു. അതോടൊപ്പം തന്നെ സാർമിയൻറ്റോ പിൻവലിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് സർപ്രൈസിംഗ് ആയി തോന്നി. കാരണം സാർമിയൻറ്റോ അദ്ദേഹത്തിൻ്റെ പേസും കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പോഴും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 21-കാരനായിട്ടുള്ള മിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് അദ്ദേഹം ആ ഒരു സാഹചര്യം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് പിന്നെ ലൊസെൽസോയെയും അതുപോലെ തന്നെ ഒട്ടമെൻറ്റിയെയും കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തു സ്കലനി. ഡിപ്പോളിനെയും ലിച്ചയുമാണ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നത്. ഡിപ്പോളിനും കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതായത് ആ മിഡ്ഫീൽഡിൽ ആകെ കളിച്ചിട്ടുള്ളത് മെക്കാലിസ്റ്റർ മാത്രമാണ്. ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുള്ളത് മെക്കാലിസ്റ്ററാണ്. ബാക്കി ഡിപ്പോളിലും സ്ലോപ്പി ആയിട്ടുള്ള പാസുകൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. എൻസോ ഫെർണാണ്ടസ് കാര്യമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പൊസിഷനിൽ സ്ട്രഗിൾ ചെയ്യുന്നു, ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കാര്യമായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ മിഡ്ഫീൽഡിൽ ആകെ ഭേദപ്പെട്ട പ്രകടനം മെക്കാലിസ്റ്ററിൻ്റെ ഭാഗത്ത് നമ്മളാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ലിയോണൽ മെസ്സി
പിന്നെ മോശമായിരുന്നു. നിക്കോ ഗോൺസാലസ് ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അറ്റാക്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലൗതറോ മാർട്ടിനസിലേക്ക് ബോൾ എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഡിഫൻസിൽ ലിച്ചയാണെങ്കിലും കുട്ടി റൊമേറോ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഫുൾ ബാക്കുകളും സ്ട്രഗിൾ ചെയ്യുന്നതിനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ടാഗ്ലഫിയൊക്കെ മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. മൊലീന ആണെങ്കിൽ തുടക്കം മുതലേ സ്ട്രഗിൾ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒട്ടമെൻ്റിയെ ആ ഒരു എന്താണ് ഇവർ ഒരു 2 സ്ട്രൈക്കർ ഫോർമേഷനിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കെവിൻ റോഡ്രിഗസിനൊക്കെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ. അപ്പോൾ എന്താണ് ആ ഒരു ഏരിയൽ ബാറ്റിൽ വിൻ ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും ഒട്ടമെൻ്റിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഗോളിൽ ഒട്ടമെൻറ്റിക്ക് ഏരിയൽ ബാറ്റിൽ അവിടെ വിൻ ചെയ്യാൻ സാധിച്ചില്ല. അതിലേക്ക് നമുക്ക് വരാം. അതുപോലെ തന്നെ മറ്റൊരു ട്രിക്കി ആയിട്ടുള്ള യെബോഹെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഗ്രൂസോയെ പിൻവലിച്ചിട്ട്. അത് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ പിൻവലിച്ചിട്ട് മറ്റൊരു അറ്റാക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത്തരത്തിൽ അവർ എന്താണ് ആ ഒരു ഈക്വലൈസിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനായിട്ട് എല്ലാ കിച്ചൺ സിങ്ക് ത്രോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. പിന്നെ ഈ അർജന്റീന ആണെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു 5-4-1 രീതിയിലേക്ക് മാറി. ഈ ഗോൺസാലസ് പോലും ആ ഒരു എന്താ പറയുക അർജന്റീനയുടെ ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഡിഫെൻസീവ് തേർഡിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് കൂടുതലായിട്ടും. അങ്ങനെ ഒരു 5 at the back രീതിയിലേക്കാണ് അർജന്റീന ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് മത്സരം സീ ഔട്ട് ചെയ്യുക എന്നുള്ളൊരു ചിന്തയാണ് പിന്നെ സ്കലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ചേഞ്ചസ് ആണ് അദ്ദേഹം വരുത്തിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ മറ്റൊരു ഗോൾ കൂടി കണ്ടെത്തുക എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രഷർ ഇൻവൈറ്റ് ചെയ്യുന്നു അർജന്റീന. ഈ യെബോയുടെ നല്ലൊരു റണ്ണ് ബോൾ എടുത്തിട്ടുള്ള ഒരു പോക്കുണ്ടായിരുന്നു. അത് ടാഗ്ലഫിയൊക്കെ അദ്ദേഹത്തെ വലിച്ചിട്ടിട്ട് ഒരു യെല്ലോ വാങ്ങുന്നു, സിനിക്കൽ ഫോള്. കാരണം അല്ലെങ്കിൽ പിന്നെ ബോക്സിലേക്ക് കയറി പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയാണ്. അങ്ങനെ ആ ഫ്രീക്ക് കാര്യമായിട്ട് ട്രബിളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊരു ചേഞ്ച് കൂടി വരുത്തുന്നു. ഫ്രാങ്കോയെ കൂടി പിൻവലിച്ചിട്ട് മറ്റൊരു മിഡ്ഫീൽഡറിനെ കൂടി പിൻവലിച്ചിട്ട് മറ്റൊരു അറ്റാക്കറിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ജോഡി കായ്സോടെ. അങ്ങനെ അവന്മാർ ഞാൻ പറഞ്ഞല്ലോ കിച്ചൺ സിങ്ക് അങ്ങോട്ട് ത്രോ ചെയ്യുകയാണ്. അങ്ങനെ ഗോൾ എങ്ങനെയാണ് വരുന്നത്? ഇഞ്ചുറി ടൈമിലാണ്. 5 മിനിറ്റാണ് ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇഞ്ചുറി ടൈമിൻ്റെ തുടക്കത്തിലാണ് ഗോൾ വരുന്നത്. ആ ഒരു റൈറ്റ് ഏരിയയിലൂടെ, അതായത് അർജന്റീനയുടെ ലെഫ്റ്റ് ഏരിയയിലൂടെയാണ് അവർ മൂവ് നടത്താൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ അർജന്റീന ഫൗൾ ചെയ്യുന്നു. വളരെ ക്വിക്കായിട്ട് ഫ്രീക്ക് ഇക്വഡോർ എടുക്കുന്നു. അവിടെ നിന്ന് നല്ലൊരു ബോളാണ് യെബോവ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ക്രോസ്, ബ്യൂട്ടിഫുൾ ക്രോസ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക് അവിടെ ഏരിയൽ ഡ്യൂവൽ വിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കെവിൻ റോഡ്രിഗസ് ഫ്ലിക്ക് ഹെഡറാണ്. അപ്പോൾ അതിലേക്ക് ഈ ജോഡി കായ്സോയുടെ ചാടി കാല് വെക്കാനുള്ള ശ്രമം നടത്തി. അത് ചെങ്ങായെങ്ങാനും തൊട്ടിരുന്നെങ്കിൽ അത് ഓഫ് സൈഡായി പോയേനെ. അപ്പോൾ അവിടെ എമി മാർട്ടിനസ് ചാടി നോക്കി, പക്ഷേ അത് വലയിലേക്ക് കയറുന്ന സാഹചര്യമാണ് കണ്ടു. ഇക്വഡോർ ഡിസേർവ് ചെയ്തിട്ടുള്ള തരത്തിലൊരു ഈക്വലൈസർ അവർ അടിച്ചിരിക്കുകയാണ്. ഡിസേർവിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ അതിനും VR ചെക്ക് ഉണ്ടായിരുന്നു. കാരണം ഒരു ഇൻ്റർഫിയറൻസ് ഓഫ് സൈഡ് പൊസിഷനിൽ നിന്ന് ജോഡി കായ്സോടെ നടത്തിയിരുന്നോ എന്നുള്ളതാണ് ചെക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കെവിൻ റോഡ്രിഗസ് ഫ്ലിക്ക് നടത്തുന്ന സാഹചര്യത്തിൽ ജോഡി കായ്സോടെ ക്ലിയർ ആയിട്ട് ഓഫ് സൈഡ് പൊസിഷനിലാണ്. പക്ഷേ ആൾ ഒരു ഇൻ്റർഫിയറൻസും നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഗോൾ സ്റ്റാൻഡ് ആകുന്നു. അർജന്റീന ആരാധകരുടെ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടിയിട്ടുണ്ടാകും ആ ഒരു സാഹചര്യത്തിൽ. പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരികയാണ്. മിന്തയുടെ ക്രോസ്, എൻ്റെ പൊന്നോ, അത് ജോഡി കായ്സോയുടെ ഹെഡർ പുറത്തേക്ക് പോകുന്ന കാര്യം കൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വിന്നിങ് ഗോൾ അടിക്കാൻ. അപ്പോൾ അത്തരത്തിൽ നെർവസ് ആയിരുന്നു അർജന്റീന, വൾണറബിൾ ആയിരുന്നു അർജന്റീന ആ ഒരു എന്താ പറയുക സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു അവസാന സമയങ്ങളിൽ നിന്നാണ്. പിന്നെയാണ് മത്സരം ഷൂട്ടൗട്ടിലേക്ക് കടക്കുന്നതും എമി മാർട്ടിനസ് രക്ഷകനായിട്ട് മാറുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ലിയണൽ സ്കലിനെ സംബന്ധിച്ചോളം എന്താണ് പല ഡിസിഷൻസും അദ്ദേഹത്തിന് പാളിപ്പോയിട്ടുള്ള ഒരു മത്സരമാണ്. ടാക്റ്റിക്കലി അർജന്റീനയേക്കാൾ ബെറ്ററായിട്ട് കളിച്ചിട്ടുള്ള ഒരു മത്സരമാണ്. ഇക്വഡോറിൻ്റെ ഫിസിക്കാലിറ്റിക്കും പ്രസ്സിങ്ങിന് മുമ്പിൽ, അവരുടെ എനർജിക്ക് മുമ്പിൽ അർജന്റീന താരങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ബാക്കുകൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും മൊലീനയാണ് കൂടുതലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ടൂർണമെൻറ്റിൽ തന്നെ കാനഡയ്ക്കെതിരെ മത്സരത്തിലും കണ്ടിട്ടുള്ളതാണ്. ആ ഒരു അൽഫോൺസോ ഡേവിസിനെതിരെയൊക്കെ മൊളീന സ്ട്രഗിൾ ചെയ്യുന്നത്, അതിൽ പേസിനെതിരെ ചങ്ങായി സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ മിഡ്ഫീൽഡിൽ കൺട്രോൾ ഉണ്ടായിരുന്നില്ല അർജന്റീനയെ സംബന്ധിച്ചോളം. സ്കലിനെ സംബന്ധിച്ചോളം മിഡ്ഫീൽഡ് കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അദ്ദേഹം പലപ്പോഴും ചിലപ്പോൾ 4 മിഡ്ഫീൽഡർമാരൊക്കെ വെച്ച് കളിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം എൻസോയെ നേരത്തെ പിൻവലിച്ചിട്ട് ആ ഒരു മിഡ്ഫീൽഡിൽ കൺട്രോൾ അസേർട്ട് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. യൂഷ്വലി അദ്ദേഹം അത്തരത്തിലുള്ള ഡിസിഷൻസിലൊക്കെ സ്പോട്ട് ഓൺ ആകുന്ന സാഹചര്യമാണ് നമ്മൾ കാണാറുള്ളത്. പലാസിയോസിനെയോ പാരഡൈസിനെയോ കൊണ്ടുവരേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലൊസെൽസിയോ നേരത്തെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏഞ്ചൽ ഡിമേരയ്ക്ക് 1 മിനിറ്റ് പോലും കൊടുക്കാത്തൊരു മത്സരമാണ്. ശരിയാണ്, നിക്കോ ഗോൺസാലസിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചതിൻ്റെ കാരണം ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്താനാണ്. പക്ഷേ ടിമറിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. അറ്റ്ലീസ്റ്റ് മെസ്സിയെ പിൻവലിച്ചിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പേസും ട്രിക്കറിയും ഒരു പക്ഷേ ഇക്വഡോറിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേനെ. കാരണം പ്രസിയാഡൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് കയറി കളിക്കുന്ന ശ്രമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയിലൂടെയൊക്കെ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാമായിരുന്നു പേസ് യൂസ് ചെയ്തുകൊണ്ട്. പക്ഷേ അർജന്റീനയ്ക്ക് അത്തരത്തിൽ കാര്യമായിട്ട് ബ്രേക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നാണ്. അർജന്റീന ബോൾ വിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ആ ഒരു ഡിഫെൻസീവ് തേർഡിൽ ഇങ്ങനെ പാസ് ചെയ്യാന്നല്ലാണ്ട് അവരെ ഈ ഇക്വഡോറിൻ്റെ ഏരിയയിലേക്ക്
ഇക്വഡോർ അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അത്തരത്തിൽ നല്ല ഷേപ്പിൽ നിന്നിട്ട് ആ ഒരു മിഡ് ബ്ലോക്ക് ഏരിയയിൽ ഇങ്ങനെ നിന്നിട്ട് അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യായിരുന്നു, പ്രസ് ചെയ്യായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങൾ മെസ്സിയിലേക്കുള്ള ബോൾ എത്തിക്കാതിരിക്കാൻ അവർ കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ബ്രില്യൻ പെർഫോമൻസ് ആണ് ഇക്വഡോറിൻ്റെ ഭാഗം നമ്മൾ കണ്ടത്. അൺലക്കിയാണ് ഇക്വഡോർ. പക്ഷേ എമി മാർട്ടിനസ് പോലെയുള്ള ഒരു കീപ്പർ ഉണ്ടെങ്കിൽ പല മത്സരങ്ങളുടെയും വിധി അദ്ദേഹത്തിന് നിർണ്ണയിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എമിലിയാനോ മാർട്ടിനസിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെയാണ് കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിലേക്ക് അർജന്റീന എത്തിയിരിക്കുന്നത്. പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ കാനഡയോ വെനിസ്വേലയോ തന്നെ ചിലപ്പോൾ സെമി ഫൈനലിൽ അർജന്റീനയ്ക്ക് പണി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുള്ളത്. ഇനി ആ മത്സരത്തിലേക്കാകുമ്പോഴേക്കും ലിയോണൽ മെസ്സി പൂർണ്ണമായിട്ടും ഫിറ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എമി തൻ്റെ അർജന്റീൻ കുപ്പായത്തിലെ കിടിലം ഫോം തുടരുകയാണ്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ നമ്മൾ കണ്ടതാണ്, ലോകകപ്പിൽ നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ വീണ്ടും കോപ്പ അമേരിക്കയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം നന്ദി അറിയിക്കേണ്ടത് നീൽ മോപ്പയോടാണ്. ലെനോയെ അന്ന് ചങ്ങായി ഫൗൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ആഴ്സണലിൻ്റെ ആ ഒരു വല കാക്കാനായിട്ട് എമി മാർട്ടിനസിന് ചാൻസ് ലഭിക്കില്ലായിരുന്നു. എന്തായാലും അതിനുശേഷം നടന്നതൊക്കെ ചരിത്രമാണ്. പെർഫോമൻസ് ലെവൽ അർജന്റീനയുടേത് ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പണി പാടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റു അധ്യായത്തിൽ നമുക്ക് കൊണ്ട് കാണാം. ഗുഡ് ബൈ.